പെൻഷൻ പണിക്കും വീട്ടിൽ വരും. പിന്നെ ഇതുപോലെ ചെടികൾ നട്ട് നടക്കാൻ പണി അതന്നെയാണ്. എന്താ പിരിവിനുള്ള വരവാ? പിരിവിനൊന്നല്ല മാഷെ, മാഷൊന്ന് കാണാലേ. എന്നെ കാണുമ്പോ തന്നെ ഓടി വിളിച്ചേരുന്ന ആൾക്കാരാണല്ലോ പഠിക്കുമ്പോ. ഉറങ്ങിക്കിടക്കുന്ന പുലിനെ ഞങ്ങളെല്ലാവരും കൂടി ഉണർത്താനും കൂടെ തീരുമാനിച്ചു. ഏത് പുലരി? സ്പോർട്സ് ആർട്സ് ആൻഡ് ക്ലബില്ലേ? പുലരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികാഘോഷം അടുത്ത മാസം 10-ന്. അപ്പൊ അതിനുള്ള പിരിവായിട്ട് ഇറങ്ങിയതാവും. അത് മാത്രല്ല മാഷേ, ഏറ്റവും നല്ല അധ്യാപകനുള്ള അവാർഡ് കിട്ടിയല്ലോ മാഷേ. മുഖ്യാതിഥി ഞങ്ങളെ ക്ലബിന്റെ കെട്ടക്കെട്ടൊരു പവറും. പിന്നെ അതിനോടൊപ്പം ഒരു സംഭാവന. അതായത് ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നല്ല അധ്യാപകനുള്ള അവാർഡൊക്കെ മേടിച്ചപ്പോ അതിന് നിങ്ങളുടെ വക ഒരു സ്വീകരണം, അതിനുള്ള പൈസ ഞാൻ തന്നെ തരാം. നാടിന്റെ കലയും സംസ്കാരത്തെയും കായികത്തെയും ആരാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്? പിന്നെ എന്താപ്പോ ഞാൻ പഠിപ്പിച്ച ആൾക്കാരാണല്ലോ. എന്തൊക്കെ ഇപ്പൊ ചെയ്യണം? നിങ്ങൾ എന്താ പണി നിങ്ങൾക്കൊക്കെ? ഞാന് പെയിന്റിങ് പണി മാഷേ. തനിക്കോ? അച്ഛൻ നല്ല ഉഷാറാ, ഇപ്പൊ പഠിക്കും. അച്ഛൻ തനിക്കെന്താ പണി എന്നാ ചോദിച്ചത്? അച്ഛൻ ഏതായാലും പണിക്ക് പോകുന്നുണ്ടല്ലോ, പിന്നെ ഞാനും കൂടി പഠിക്കുമല്ലോ. അച്ഛനെ ഈ കോടിക്കും, അച്ഛൻ പഠിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. തരക്കടില്ല, അതെന്തായാലും നല്ല ചിന്തയാണ്. ഞാൻ പഠിപ്പിച്ചിരുന്ന കാലത്തൊന്നും ഇല്ലാത്ത ചിന്തയൊക്കെ ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഉണ്ട്. 4000 രൂപ അങ്ങോട്ട് കൊടുത്ത മാഷ. എന്തിന്റെ? നമ്മൾ വാർഷികം ക്ലബിന് ഫണ്ടില്ല മാഷ. ഇവിടെ 400 രൂപ ഈ പൈപ്പ് പൊട്ടിയിട്ട് അത് മാറ്റാൻ തന്നിട്ടില്ല കാശ് ചെക്കന്മാര്. അത് കാരണമാണ് ഇപ്പൊ ഞാൻ ഈ കപ്പില് വെള്ളം കോരി എന്താ നീ പശു കച്ചവടത്തിന് വന്നതാ? അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട പറഞ്ഞിട്ട് അങ്ങോട്ട് പറയാ. വെള്ളം എത്തി കയറിക്കാ കപ്പ അവിടെ കിടക്കും. ഞാനൊരു 100 രൂപ അങ്ങോട്ട് തരും. അക്കുമാരന്റെ ബാർബർ ഷോപ്പിൽ ഞാൻ കൊടുത്തേൽപ്പിക്കാം. നിങ്ങൾ എപ്പോഴാച്ചാ സൗകര്യം പോലെ വന്ന് മേടിച്ചോളൂ കേട്ടോ. മതി മാഷെ, പോട്ടെ മതി. ഒരു കാര്യം ചെയ്യും, മുഖ്യാതിഥി മാഷിന് അതിലൊരു മാറ്റം ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ നോക്കാം, അതപ്പോ ആലോചിക്കാം. ശരി എന്നാല് അങ്ങനെ ആവട്ടെ, അങ്ങനെ ആവട്ടെ, അങ്ങനെ ആവട്ടെ. 100 രൂപ കൊടുക്കാത്ത മനുഷ്യൻ. അച്ഛൻ പണിക്ക് പോണ കാരണം പോവില്ല എന്നാ പറയണം. ഈഗോ അടിക്കും അച്ഛൻ. എന്താ ചെയ്യാ ഈ ജാതി കുട്ടിയുള്ള കാര്യം. ഹലോ, എന്തിന്? അഭിനന്ദനങ്ങളോ? എന്തിന്? നിങ്ങക്ക് ആള് മാറി, ഇത് റോങ് നമ്പറാ. എന്താ തീപ്പരി ഈ വഴിക്ക്? അഭിനന്ദനങ്ങൾ. എന്തിന്? തന്റെ ഭാര്യന്റെ കവിത എന്റെ തീപ്പൊരിയിൽ അടിച്ചു വന്നിട്ടുണ്ട് ഈ ലക്കത്തില്. ഒന്ന് പിടിക്ക്, തന്റെ ഭാര്യയോട് പോയെ അഭിനന്ദനം അറിയിക്കാനാ. മണ്ടു മണ്ടു, ഞാനിപ്പോ അടുത്ത കാലത്ത് വായിച്ച ഏറ്റവും മനോഹരമായ കവിതയാണ്. എന്താ അതിന്റെ പദവിന്യാസമൊക്കെ? അത് അസാമാന്യാണ്. ഒറ്റ കവിത കൊണ്ട് പ്രശസ്തിയാവും. വാ വാ വാ, വേഗം വാ, ഒരു ന്യൂസ് പറയാനുണ്ട്. വാ. അഭിനന്ദനങ്ങൾ. ആദ്യമായിട്ട് നീ എനിക്ക് അയച്ചു തന്നില്ല കവിതയില്ലേ, അത് ഈ ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് തീപ്പൊരിയില്. മനോഹരായിരിക്കുന്നു. തന്റെ പത്നി ആയതുകൊണ്ടല്ല, ആ കവിതയുടെ ഗുണം കൊണ്ടാ ഞാൻ പ്രസിദ്ധീകരിച്ചത്. എത്ര അഭിനന്ദനങ്ങൾ എനിക്ക് കിട്ടിയെന്നറിയോ? വായിച്ചു നോക്ക്. മനോഹരായിട്ടുണ്ട്. ഈ കഴിവുകൾ നീ എവിടെയാ ഇതുവരെ സൂക്ഷിച്ചു വെച്ചത്? രാഘവ, എന്നാ അകത്തേക്ക് ചായ കുടിച്ചിട്ട് പോവാ. ചായ സമയമില്ലായിരിക്കും, ഉടനെ വേറൊരു പ്രോഗ്രാം ഉണ്ട്. നന്നായിട്ടുണ്ട്. ഇനി എഴുതണം, തുടർച്ചയായിട്ട് എഴുതണം. ഞാൻ തന്നെ പ്രസിദ്ധീകരിക്കുമല്ലോ. എന്താ പിന്നെ ഞാനിങ്ങോട്ട് ഇറങ്ങട്ടാ. എന്തത്?
ഇപ്പൊ എന്നെ നോക്കിയേ, ഒരു അഭിമാനം തോന്നുന്നുണ്ടോ? ഉണ്ടോ? എഴുതിയേ ഇതേ ഇത് ഞാൻ എഴുതിയതല്ല. പിന്നെ അന്നൊരാൾ ഇവിടെ കൊണ്ട് തന്നില്ലേ ഈ രാഘവേട്ടന്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കവിത. ആ അതെടുത്ത് ഞാൻ അയച്ചെടുത്തു. എന്നിതാരോടും പറയാൻ നിൽക്കണ്ട, നീ എഴുതി തന്നെ ആയിട്ടിരിക്കട്ടെ. അല്ലെങ്കിൽ ഒരു പ്രശ്നം വരാനൊന്നും പോണില്ല. ഞാന് ഒരു ബുദ്ധി കൂടെ കാണിച്ചു. എന്തേ? ആ കവിതയുടെ പേര് മാറ്റി. അതെവിടുന്ന കിട്ടി? അത് വേറെ കവിത എടുത്തു. ആരും അറിയണ്ട, ഇനി മുതൽ എന്റെ ഭാര്യ ഒരു കവയത്രി ആയിരിക്കട്ടെ. അല്ല, ഇതിപ്പോ തന്നെ ആ മീനാക്ഷി കാണിക്കണം. അയ്യോ, അത് നീ കാണിക്കൊന്നും വേണ്ട, നാട്ടുകാർ മുഴുവൻ പറഞ്ഞ് അറിഞ്ഞോളും. ഇനി അവള് നാണം കൊണ്ട് നിന്റെ മുഖത്തു നോക്കില്ല. നീ വാ. ഞാന് ഒരു ഫോട്ടോയും കൂടെ അയച്ചു കൊടുത്ത്. ഫോട്ടോ വന്നോ നോക്കട്ടെ. വാശിയുണ്ടല്ലോ, പൊളിക്കണം. പൊളിക്കണം മോനെ. പിരിവൊക്കെ നല്ല കയറ്റി എഴുതണം. എല്ലാം പിരിവ് നല്ലോണം വേണം, അതാണ് ഭാഷ ഉഷാറാക്കാൻ പറ്റും. പൈസ എല്ലാം അങ്ങനെ അല്ലണ്ണി ചേട്ടാ, ഞമ്മള് ക്ലബിന്റെ വാർഷികാഘോഷത്തിന് മുഖ്യാതിഥിയായിട്ട് ശീതള മാഷല്ലോ ബുക്ക് ചെയ്ത്, അതെ. എന്നിട്ട് ഇപ്പൊ മാറ്റി മണ്ടോദരിയാക്കണം. എങ്ങനെയാണ്? നിന്റെ അച്ഛനാണ് അന്ന് പ്രാവശ്യം വിളിച്ചു, ഞാൻ മാറ്റി. സെക്രട്ടറിക്ക് അതിന്റെ അധികാരമുണ്ട്. ഉണ്ട്. ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ ശീതൾ മാഷി നിന്നെ പഠിപ്പിച്ചിട്ടേ, എന്നെയും പഠിപ്പിച്ചിനി. നമ്മളെ വലിയ നിലയിലെത്തിക്കാൻ പറഞ്ഞു. നിൽക്കുന്നോണി ഞാൻ വലിയ നിലയിലല്ലേ നിൽക്കുന്നോണി പെയിന്റിങ് 6ാമത്തെ നിലയിൽ പെയിന്റ് അടിക്കും. വലിയ നിലയിലെത്തി. എനക്കോ ഒരു പണിയില്ല. മൂപ്പർക്ക് വലിയ അവാർഡ്. നല്ല മാഷുള്ള അവാർഡൊക്കെ മേടിച്ച ആളല്ലേ? അതെ, ആയിക്കോട്ടെ. ഈ നല്ല പരിപാടിക്കല്ല മൂപ്പറ വിളിക്കണ്ട്. ഈ കൊല്ലം വിളിക്കുന്നില്ല. പണ്ടൊരു ട്രെൻഡാണ് കവിത. അടിപൊളി. നീ വായിച്ചില്ല? പറഞ്ഞ കവിത അത്ര വലിയ കവിത വാങ്ങാനുള്ള ഇതൊന്നും എനിക്കില്ലല്ലോ. നീ വായിച്ചില്ല? ഞാൻ വായിച്ചു. എങ്ങനെയുണ്ട്? അടിപൊളി. ഞാൻ 2 സെക്കൻഡ് കരയും ചെയ്തു. എന്തൊക്കെ മനസ്സിലായി നിനക്ക്? മനസ്സിലായിട്ടൊന്നുമില്ല. എനക്ക് മനസ്സിലായിട്ടാ. അതാണ് ടോപ്പ് സാധനം. മനസ്സിലാവാതെ കരയും. ചിത്ര ചിലപ്പോ വാരി തേച്ച ചിത്രം ഉണ്ടാവും. നിനക്ക് എന്തെങ്കിലും മനസ്സിലാവണ്ട. ഇല്ല, അതിനാണ് അവാർഡിന്റെ പൊടിപൂരം. ചില കവിതകൾ ഒന്നും നീല. ഈ തിരിയാത്ത കവിതയ്ക്ക് അവാർഡ് അങ്ങനെ ഈടാവുമ്പോൾ കാണും. നിൽക്കണ്ട, പൈസ മേടിക്കാം, പരിപാടി ഉഷാറാക്കാം. ഏയ്, നീ മണ്ടോദരി ചേച്ചി എന്നൊന്നും വിളിക്കാൻ പാടില്ല, കവയത്രി എന്ന് വിളിക്കണം. അല്ല, കൊറേയൊക്കെ ഇങ്ങനെ എഴുതുമായിരുന്നു, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഇതാണ് ഇപ്പൊ പ്രസിദ്ധീകരിച്ചത്. ശരി, വിളിച്ചത് സന്തോഷം. കണ്ടോ, ഇനിയിപ്പോ അടുത്ത കോള് വരും.